കോഴിക്കോട് കുന്നമംഗലത്ത് സ്കൂൾ വിദ്യാർത്ഥികളുമായി പോവുകയായിരുന്ന മിനി വാനിൽ സ്കൂൾ ബസ് ഇടിച്ച അപകടം. കുന്നമംഗലം പന്തീർപ്പാടത്താണ്. ഈ അപകടത്തിൽ കാര്യമായ പരിക്ക് കുട്ടികൾക്ക് ആർക്കും ഏറ്റിട്ടില്ല എന്നുള്ളത് ആശ്വാസകരം തന്നെയാണ്. ആ സമയത്ത് രാവിലെ മഴയുണ്ടായിരുന്നു. ആ മഴയത്ത് ഈ ഓട്ടോ ടാക്സി യുട്ടേൺ എടുക്കുന്നതിനിടയിൽ സ്വകാര്യ ബസ് ബ്രേക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ്. ആ സമയത്ത് വാനിന്റെ പുറകിലേക്ക് ഇടിക്കുകയായിരുന്നു. ഈ അപകടം ഉണ്ടാകുന്നത് രാവിലെ ഒരു 9 മണിയോടുകൂടി കോഴിക്കോട് കുന്നമംഗലം ഭാഗത്ത് വെച്ചാണ്. അവിടെ നിന്ന് സ്കൂൾ വാൻ, അത് 12 കുട്ടികളും ഒരു അധ്യാപകനുമായ വാഹനം സ്കൂളിലേക്ക് പോവുകയായിരുന്നു. അത് പ്രധാന റോഡിലേക്ക് എത്തി, കുട്ടികളുമായി എത്തി, അവിടെ നിർത്തി. അവിടെ നിന്ന് യൂട്ടേൺ എടുക്കുന്നതിനിടയിൽ സ്വകാര്യ ബസ് വന്ന് ഇടിക്കുകയായിരുന്നു. നരിക്കുനിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ്സാണ് ഈ ഓട്ടോ ടാക്സിക്ക് പുറകിൽ ഇടിച്ചത്. ഇടിച്ച ഉടൻ തന്നെ ഈ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് തൊട്ടടുത്തുള്ള ഒരു സ്ഥാപനത്തിന്റെ ഗേറ്റ് ഉൾപ്പെടെ ഇടിച്ചു തകർത്ത് അതിന്റെ കെട്ടിടത്തിലേക്ക് ഇടിച്ചു നിൽക്കുന്നതും ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. ഈ അപകടം ഉണ്ടാക്കിയ ബസിന്റെ മുൻവശത്തുള്ള ക്യാമറയിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളാണ് അതിലുണ്ടായിരുന്നത്. ഏതായാലും ഈ അപകടമുണ്ടായ ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന തൊട്ടടുത്തുള്ള നാട്ടുകാരും ഒപ്പം തന്നെ ബസ്സിലെ യാത്രക്കാരും ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു. വാഹനത്തിലുണ്ടായിരുന്ന കുട്ടികളെയും അധ്യാപകരെയും ഉൾപ്പെടെ എല്ലാവരെയും തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുമുണ്ട്. ആരുടെയും നില ഗുരുതരമില്ല എന്നുള്ളതാണ്. സാരമായ പരിക്ക് മാത്രമാണ് എല്ലാവർക്കും ഏറ്റിട്ടുള്ളത്. കുന്നമംഗലം വരട്ട്യാക്കി അരവിന്ദ വിദ്യാനികേതൻ സ്കൂളിലെ 12 വിദ്യാർത്ഥികളും ഒരു അധ്യാപകനുമായിരുന്നു ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഏതായാലും പരിക്കാരുടെയും സാരമില്ല എന്നുള്ളത് വലിയ ആശ്വാസം തന്നെയാണ്. ശ്രീജ. ശരി, അഞ്ജന സുകുമാരനാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്.